കൽക്കണ്ടം കൈവശം വെച്ചതിന് 151 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്ന 2 പേരുടെ അനുഭവം ആണിത്. കാഞ്ഞങ്ങാട് ഭാഗത്തുള്ള ബിജു എന്നും മണികണ്ഠൻ എന്നും പറയുന്ന 2 പേര് ഒരാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ മേടിച്ച 100 ഗ്രാം കൽക്കണ്ടം മേടിച്ചിട്ട് അത് 2 പേരും അതിൽ ഓരോ കഷ്ണം എടുത്ത് ബാക്കി പോക്കറ്റിലിട്ടിരുന്നു. പെട്ടെന്ന് വഴിയെ നടന്നു പോയിപ്പോൾ പെട്ടെന്ന് തന്നെ സ്ക്വാഡ് ഇവരെ പിടികൂടുകയും പരിശോധിക്കുകയും ചെയ്തു. കിട്ടിയത് കൽക്കണ്ടമാണ്. അപ്പോൾ സാറേ ഇത് കൽക്കണ്ടമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ല, MDMA ആണ്. ഇത് ആര് തന്നു, ആർക്ക് കൊടുക്കാനാണ് കൊണ്ടുപോകുന്നതെന്നാണ് ഇവരോട് ചോദിക്കുന്നത്. ഇവരുടെ വേറെ വിശദീകരണം ഒന്നും ചോദിക്കുന്നില്ല. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നില്ല. പോട്ടെ, മയക്കുമരുന്നാണ്, ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നാളെ അവരതിന് അടിമയായി പോകുമല്ലോ എന്ന് വിചാരിക്കാം. അപ്പോൾ കൽക്കണ്ടം കണ്ടാൽ തിരിച്ചറിയാൻ പാടില്ലാത്ത ഉദ്യോഗസ്ഥന്മാരാണോ? ഇവരെ ജയിലിലാക്കി മജിസ്ട്രേറ്റിന് മുമ്പിൽ കൊണ്ടുപോയി. മജിസ്ട്രേറ്റിനോട് ഇവർ പറയുന്നു, സാറേ ഇത് കൽക്കണ്ടമാണ്, ഞങ്ങളിത് കഴിച്ചതാണ്. ബാലൻസ് കൊണ്ട് തൂക്കി നോക്കിയത് 58 ഗ്രാമാണ്. അത് മഗസറിൽ കൊടുത്തിരിക്കുന്നതാണ്. 58 ഗ്രാം MDMA ആയിട്ട് 2 പേരെ പിടിച്ചു. ഇവർ മജിസ്ട്രേറ്റിനോടും പറയുന്നുണ്ട്, സാറേ ഇത് കൽക്കണ്ടമാണ്. ബഹുമാനപ്പെട്ട നീതിപീഠം പോലും അത് ശ്രദ്ധിച്ചില്ല. അതൊന്ന് പെട്ടെന്ന് പരിശോധിക്കാനുള്ള ഒരു ക്രമീകരണമൊന്നും ബഹുമാനപ്പെട്ട കോടതി ചെയ്തില്ല. കാരണം പാവപ്പെട്ടവരാണല്ലോ. ഇവരെ ജയിലിലാക്കി. ഈ ബിജുവിന് പറഞ്ഞ അമ്മ മാത്രമേ ഉള്ളൂ, പ്രായമായ അമ്മയാണ്. പത്രത്തിലും മറ്റ് വാർത്താമാധ്യമങ്ങളിലൊക്കെ പേര് വന്നു. കാസർഗോഡ് മുതൽ കോഴിക്കോട് വരെ മയക്കുമരുന്ന് വിതരണം ചെയ്യുന്ന ഈ 2 പേരുടെയും വിശദ വിവരങ്ങൾ പത്രങ്ങളിൽ വന്നു. ആളുകൾ സ്വാഭാവികമായിട്ട് പറഞ്ഞു, എത്ര മാന്യന്മാരായിട്ടാണ് ഇവന്മാരെ നടക്കുന്നത്, ഇവർക്ക് മയക്കുമരുന്ന് വെച്ചിട്ടാണ്. സ്വാഭാവികമായിട്ട് ഇവരെല്ലാ ആളുകളും വെറുത്തു പോകുന്ന ഒരു സാഹചര്യം വന്നു. ഈ കൽക്കണ്ടമാണ് ഇത് MDMA അല്ല എന്ന് പരിശോധിച്ചറിയാൻ കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ ലാബിന് എത്ര ദിവസം വേണ്ടി വന്നെന്നറിയോ? 150 ദിവസമേ, 5 മാസം. 5 മാസം കൊണ്ടാണ് ഇത് കൽക്കണ്ടമാണ്, മയക്കുമരുന്നല്ല എന്ന് ഒന്ന് ബോധ്യപ്പെട്ടു വരുന്നതിന്. ഇവിടെ കൊച്ചു കുട്ടികളോടും പോലും കാണിച്ചു കഴിഞ്ഞാൽ കൽക്കണ്ടം കണ്ട അവർക്കറിയാം, ഇല്ലേ? തീർച്ചയായിട്ടും ഈ ഉദ്യോഗസ്ഥന്മാർ, ലക്ഷക്കണക്കിന് രൂപ ശമ്പളം മേടിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ എന്ത് പഠിച്ചിട്ടാണ് ഈ മയക്കുമരുന്ന് പിടിക്കാൻ ഇറങ്ങുന്നത്? അതേസമയം ഇവിടെ കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്ന് കൊണ്ടുവരുന്നവൻ പുല്ലുപോലെ ഇറങ്ങിപ്പോകുന്നുണ്ട്. 1 കിലോയ്ക്ക് മേളിലുള്ള കഞ്ചാവ് പിടിച്ചു കഴിഞ്ഞാൽ ജാമ്യമില്ലെന്ന. 5 കിലോ കൊണ്ടുവന്നാലും അവന് 900 ഗ്രാമേ കാണുള്ളൂ റിക്കാർഡിക്കൽ. അവനങ്ങനെ പുല്ലുപോലെ ഇറങ്ങിപ്പോകും. ഇവിടെ കഞ്ചാവും അല്ല, MDMA ഒന്നുമല്ല, വീട്ടിലേക്ക് കൽക്കണ്ടം മേടിച്ചുകൊണ്ട് വന്നവനെ അറസ്റ്റ് ചെയ്യുകയും 151 ദിവസം ജയിലിലിടുകയും ചെയ്തു. ജയിലിൽ നിന്ന് ഇവർ പുറത്ത് വന്നു കഴിഞ്ഞാൽ ആളുകൾ ഇവരോട് മിണ്ടില്ല. കാരണം ആളുകളുടെ മനസ്സിൽ കിടക്കുന്ന ഇവർ വലിയ മയക്കുമരുന്ന് മാഫിയയാണ്. ഇവരോട് മിണ്ടിക്കഴിഞ്ഞാൽ നാളെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഈ മിണ്ടുന്നവർ പോലും അകത്തു പോകും. എന്തൊരു നിയമമായത്! ഇവിടെ മനുഷ്യാവകാശ കമ്മീഷനൊന്നും ഇല്ലേ? ഉണ്ട്. അവർക്ക് മുമ്പിലും പുറകിലും ഒക്കെ പോലീസ് എസ്കോർട്ട് കൂടി സ്റ്റേറ്റ് വണ്ടി സഞ്ചരിക്കാമല്ലോ. ഇവിടെ സാമൂഹ്യ സംഘടനകളൊന്നുമില്ലേ? ഉണ്ട്. അത് അവർക്കൊക്കെ നാളെ അവാർഡൊക്കെ മേടിക്കേണ്ടതാണ്. ഇവിടെ സാംസ്കാരിക നായകന്മാരില്ലേ? ഉണ്ട്. അവർക്ക് നാളെ ഏതെങ്കിലുമൊക്കെ സ്ഥാപനത്തിൻ്റെ ചെയർമാനോ ബോർഡ് മെമ്പറൊക്കെ ആകേണ്ടതാണ്. അതുകൊണ്ട് ഇവരാരും സാധാരണക്കാർക്ക് വേണ്ടി ശബ്ദിക്കില്ല.
അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ, ഇത് കേൾക്കുന്നവരെ കാണുന്നവരെ പറയാനുള്ളതാണ്, കൽക്കണ്ടമൊക്കെ മേടിക്കുമ്പം സൂക്ഷിച്ച് മേടിക്കുക. കാരണം നമ്മുടെ ഏമാന്മാർക്ക് കൽക്കണ്ടം ഏതാണ് മയക്കുമരുന്ന് ഏതാണെന്ന് അറിയില്ല. നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലില്ലേ, ആട്ടും കാണ്ടോ കൂർക്കയും തിരിച്ചറിയാൻ മേലാന്ന് പറയുന്ന ഒരവസ്ഥയാണ് നമ്മുടെ ഇത്. ആരോട് പറയാൻ, എന്തു പറയാൻ? ഇവിടെ അവർക്കെന്തുമാകാം. സാധാരണക്കാരന്, ഒരു കൂലിപ്പണിക്കാരന്, പാവപ്പെട്ടവന് ജീവിക്കാൻ അനുവദിക്കില്ല. വേണ്ട, ഒന്നും ചെയ്യണ്ട, പക്ഷെ അവനെ ഉപദ്രവിക്കാതിരിക്കത്തില്ലേ? ഈ 5 മാസം ഇവൻ്റെ പ്രായമായ അമ്മ എങ്ങനെ ജീവിച്ചു? ഇതൊന്നും ആരെങ്കിലും സാമൂഹിക സംഘടനകളൊക്കെ അന്വേഷിക്കുന്നുണ്ടോ? അതുകൊണ്ട് ദയവ് ചെയ്ത് ബഹുമാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ, ലക്ഷക്കണക്കിന് ശമ്പളം മേടിക്കുന്ന, കോടിക്കണക്കിന് കൈക്കൂലി വാങ്ങിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ ഒരു കാര്യം പറയാം, ദയവ് ചെയ്ത് ഈ പാവപ്പെട്ടവരെ ഉപദ്രവിക്കരുത്. നിങ്ങൾ പണക്കാരുണ്ട് കൈക്കൂലി മേടിക്കുകയോ മയക്കുമരുന്നുകാരുടെ കൈക്കൂലി മേടിക്കുകയോ കൊട്ടേഷൻ കാശ് മേടിക്കുകയോ ചെയ്യും. ഈ പാവപ്പെട്ടവരെങ്കിലും നിങ്ങൾക്കൊന്ന് വെറുതെ വിട്ടുകൂടെ? നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നാൽ ഇതുപോലുള്ള വിഷയങ്ങൾ തുടർന്നും നിങ്ങൾക്ക് കാണാനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.